നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ നമ്മൾ ലോഹങ്ങളുടെ പ്രവർത്തനം, ആക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലാദ്യം നമുക്ക് ജലവുമായിട്ടുള്ള പ്രവർത്തനം, ലോഹങ്ങളുടെ ജലവുമായിട്ടുള്ള പ്രവർത്തനം, ആക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ, ജലവുമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന് പറയുന്ന ലോഹം ഇത് ജലവുമായിട്ട്, അതായത് കോൾഡ് വാട്ടർ, തണുത്ത ജലവുമായിട്ട് വളരെ സാവധാനം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അവർ തണുത്ത ജലവുമായിട്ട് സാവധാനത്തിൽ മാത്രമേ പ്രവർത്തനം നടത്തുന്നുള്ളൂ. എന്നാൽ ഹോട്ട് വാട്ടർ, ചൂടുള്ള ജലത്തിൽ താരതമ്യേന വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് ആണ് കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞ ആ ലോഹം എങ്ങനെയാണ്, ജലവുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ചൂടുള്ള ജലത്തിലോ അല്ലെങ്കിൽ തണുത്ത ജലവുമായിട്ടോ പ്രവർത്തിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് ഒരു ആക്ഷനും പ്രവർത്തനവും നടക്കുന്നില്ല, ജലവുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഏത് ലോഹമാണ്? കോപ്പർ എന്ന് പറയുന്ന ലോഹം. കോപ്പർ ജലവുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. തണുത്ത ജലത്തിലായാലും ചൂടുള്ള ജലത്തിലായാലും എന്താണ്, ജലവുമായിട്ട് ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ഓക്കെ, ഇനി സോഡിയം. നെക്സ്റ്റ് ആണ് സോഡിയം. സോഡിയം തണുത്ത ജലത്തിൽ വളരെ തീവ്രമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. തണുത്ത ജലത്തിൽ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നു. സോഡിയം ഈ ഹൈഡ്രജൻ H2O ജലവുമായിട്ട് ചേർന്നുണ്ടാകുന്ന ആ വാതകമാണ് ഹൈഡ്രജൻ. നോട്ട് ചെയ്യാം, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് സോഡിയം ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. H2 ഹൈഡ്രജൻ ആണ് ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഓക്കെ, ഇതിന് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. സോഡിയം 2Na, ബാലൻസ്ഡ് ആണ് 2Na. സോഡിയം ഏതുമായിട്ട്? ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ 2H2O. ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. NaOH, 2NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. പിന്നെ എന്താണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ അല്ലേ, പ്ലസ് H2 ഹൈഡ്രജൻ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഏതാണ്? സോഡിയം ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സോഡിയം ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ നോക്കാം. ഇനി നെക്സ്റ്റ് ആക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ, വായുവുമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. മെറ്റൽസിന്റെ ഈ സോഡിയത്തിന്റെ, നമുക്കറിയാം സോഡിയം എടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിക്കപ്പെട്ട കഷ്ണങ്ങൾ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിന്റെ തിളക്കം സാവധാനം നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഡിയത്തിന്റെ ഈ മുറിക്കപ്പെട്ട കഷ്ണങ്ങൾ കുറച്ച് നാളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരിക്കും തോറും അതിന്റെ തിളക്കം കുറഞ്ഞു വരാൻ കാരണം എന്താണ്? അന്തരീക്ഷത്തിലുള്ള ഏതുമായിട്ട് ഓക്സിജനും ജലാംശവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് സോഡിയം പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു? അതിന്റെ സംയുക്തങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ് അതിന്റെ തിളക്കം നഷ്ടപ്പെടാൻ കാരണം. എന്താണ്? ഈ സോഡിയത്തിന്റെ മുറിക്കപ്പെട്ട കഷ്ണങ്ങൾ എയറുമായിട്ട് വായുവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും ജലാംശവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ സോഡിയമായി പ്രവർത്തിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? അതിന്റെ സംയുക്തങ്ങളായി മാറുന്നു, അല്ലെങ്കിൽ അതിന്റെ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അതിന്റെ തിളക്കം താരതമ്യേന കുറഞ്ഞു വരാൻ കാരണം. നോക്കാം, മെഗ്നീഷ്യം റിബൺ. ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് മെഗ്നീഷ്യം റിബൺ. കുറേ ദിവസം വായുവിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തിളക്കം നഷ്ടപ്പെടാൻ കാരണം എന്തുമായിട്ടുള്ള? അന്തരീക്ഷ വായുവുമായിട്ടുള്ള ആ പ്രവർത്തനം കൊണ്ടാണ്. ഓക്കെ, മെഗ്നീഷ്യം റിബൺ കുറേ ദിവസം വായുവിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തിളക്കം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? അതും എന്താണ്? എയറുമായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷ വായുവുമായിട്ടുള്ള ആ പ്രവർത്തനം മൂലമാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത അതിന്റെ ഇക്വേഷനും കൂടി നമുക്ക് ഒന്ന് എഴുതി നോക്കാം. മെഗ്നീഷ്യം 2Mg. മെഗ്നീഷ്യം ഏതുമായിട്ട്? നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ O2 ഗീവ്സ് എന്തുണ്ടാകുന്നു? മെഗ്നീഷ്യം ഓക്സൈഡ് അവിടെ ഉണ്ടാകുന്നു, 2MgO, മെഗ്നീഷ്യം ഓക്സൈഡ്. അതാണ് അതിന്റെ മെഗ്നീഷ്യത്തിന്റെ തിളക്കം നഷ്ടപ്പെടാൻ, മെഗ്നീഷ്യം റിബണിന്റെ തിളക്കം നഷ്ടപ്പെടാൻ കാരണം. ഓക്കെ, 2Mg plus O2 gives 2MgO. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. ലോഹങ്ങൾ മെറ്റൽസിന്റെ ഏതാണ് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ലോഹങ്ങൾ ഈ ആസിഡുമായിട്ട് നേർപ്പിച്ച ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ആണ്. അത് നോട്ട് ചെയ്യുക. ഈ ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ആണ്. അതുപോലെ തന്നെയാണ് അലൂമിനിയം, സിങ്ക്, മെഗ്നീഷ്യം, അയൺ തുടങ്ങിയ ലോഹങ്ങൾ അത് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകവും ഏതാണ് ഹൈഡ്രജൻ ആണ്. അതാണ് പൊതുവായിട്ട് നമ്മൾ പറഞ്ഞ് ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ. ഓക്കെ, ഇതുപോലെ തന്നെയാണ് സോഡിയം ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകവും ഏതാണ് ഹൈഡ്രജൻ തന്നെയാണ് അല്ലെ, ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ലോഹങ്ങളുടെ പ്രവർത്തനം ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് നമ്മൾ ജലവുമായിട്ടുള്ള പ്രവർത്തനം, രണ്ടാമത്തെ വായുവുമായിട്ടുള്ള പ്രവർത്തനം, മൂന്നാമത്തെ ആസിഡുമായിട്ടുള്ള പ്രവർത്തനം, അങ്ങനെ മൂന്നെണ്ണാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ക്രിയാശീല ശ്രേണി. ഇതാണ് ക്രിയാശീല ശ്രേണി. ക്രിയാശീല ശ്രേണി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്ന രീതിയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ക്രിയാശീലം അവരുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്ന ആ ശ്രേണിക്കാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹങ്ങളുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്നു. എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹങ്ങളുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്നു. ഇത് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അതിലൊരു പോയിന്റ് വന്നേക്കുന്നത് എങ്ങനെയായിരുന്നു? അത് എന്താണ്, നമ്മൾ തെറ്റായ പ്രസ്താവനയായിരുന്നു തന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എഴുതിയേക്കുന്നത്. ലോഹങ്ങളുടെ ക്രിയാശീലം കൂടി വരുന്നു എന്നായിരുന്നു എഴുതിയേക്കുന്നത്. ഏതാണ് കറക്റ്റ്? ഈ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹങ്ങളുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്നു. ഓക്കെ, അത് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു ആ ക്രിയാശീല ശ്രേണി ഒന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആൻസർ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ക്രിയാശീല ശ്രേണി നമുക്ക് എഴുതാം. ഫസ്റ്റ് വരുന്നത് ഏറ്റവും മുകളിലായിട്ട് വരുന്ന പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം ക്രിയാശീല ശ്രേണിയാണ്. രണ്ടാമത്തെ കാൽസ്യം, രണ്ടാമത്തെ സോഡിയം ആണ് കേട്ടോ. മൂന്നാമത്തെയാണ് കാൽസ്യം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം. മെഗ്നീഷ്യം, അലൂമിനിയം. നോക്കുക, അതിന്റെ ഓർഡർ നിങ്ങൾ നോക്കുക. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലൂമിനിയം. സിങ്ക്, അയൺ. അടുത്താണ് സിങ്ക്, അയൺ. Fe എന്ന് പറഞ്ഞാൽ ഏതാണ്? അയൺ ആണ്. സിങ്കും അയണും. നെക്സ്റ്റ് നിക്കല്, Ni, നിക്കല്. പിന്നെ വരുന്നത് ടിന്നാണ്, Sn, ടിൻ. ഏതാണ്? Sn-ന്റെ ഏതാണ്? ടിന്നാണ്. നെക്സ്റ്റ് Pb, ലെഡ്. ടിന്നും ഏതാണ്? ലെഡും. ഓക്കെ, ടിൻ, ലെഡ്. ഇനി അടുത്ത് വരുന്നതാണ് ഹൈഡ്രജൻ ഇവിടെ നിൽക്കട്ടെ, അതൊരിച്ചിരി ഗ്യാപ്പ് ഇട്ട് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഹൈഡ്രജന്. പിന്നെ ഇവിടെ വരുന്നത് കോപ്പർ. പിന്നെ നെക്സ്റ്റ് സിൽവർ ആണ് വരുന്നത്. Ag, സിൽവർ, Au. ഇതേതാ? സിൽവർ. ഇവിടെ ഗോൾഡ്, കോപ്പർ. ഓക്കെ, അപ്പോൾ ഇത് ഹൈഡ്രജൻ ഇവിടെ സെന്ററിൽ നിന്നോട്ടെ. അതെന്താണെന്ന് ഞാൻ റീസൺ പറയാം. ഇവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ക്രിയാശീല ശ്രേണിയാണ് എഴുതിയത്. ക്രിയാശീല ശ്രേണി എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്? ലോഹങ്ങളെ അവയുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? ക്രമീകരിച്ചിരിക്കുന്നത്. നോക്കാം. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ. ഏതാണ് ലാസ്റ്റ് വരുന്നത്? ഗോൾഡ് ആണ്. ഇനി ഇവിടെ നോക്കാം. ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ മുകളിലേക്ക് വരുന്ന ഇത്രയും ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇതാണ് ഹൈഡ്രജന്റെ മുകളിലേക്ക് വരുന്ന ഈ ലോഹങ്ങൾ എന്താണ്? നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണ്. നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച്
നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണിത്. ആദേശം ചെയ്യുന്നു. ക്രിയാശീല ശ്രേണിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു പോയിന്റ് ഇതായിരുന്നു തന്നത്, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഇതാ തന്നിരുന്നത്. ഇതിനകത്ത് കുറച്ച് ഈ ലോഹങ്ങൾ തന്നിട്ട് ഇവ നേർപ്പിച്ച് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണ്. അതാണ് നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ഇവിടെ നോക്കാം, ഹൈഡ്രജന് താഴേക്ക് വരുന്ന ലോഹങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കോപ്പറും സിൽവറും ഗോൾഡും. ഈ 3 ലോഹങ്ങളാണ് ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന്റെ താഴേക്ക് വരുന്നത്. ഇത് എങ്ങനെയാണ്? നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയല്ല. ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നില്ല? ആദേശം ചെയ്യുന്നില്ല. താഴേക്ക് വരുന്ന ലോഹങ്ങൾ, ഈ 3 ലോഹങ്ങൾ ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ക്രിയാശീല ശ്രേണി ഹൈഡ്രജൻ ഇവിടെ സെന്ററിൽ നിന്നോട്ടെ. ഹൈഡ്രജന് മുകളിലേക്ക് വരുന്ന ലോഹങ്ങൾ എങ്ങനെയാണ്? നേർപ്പിച്ച് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണ് ഈ കോപ്പറും സിൽവറും ഗോൾഡും. ഈ 3 ലോഹങ്ങൾ എങ്ങനെയാണ്? ഹൈഡ്രജന് ആദേശം ചെയ്യാത്തവയാണ്. ഓക്കെ, ഇത് രണ്ടും ഒരു പോയിന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇവിടെ ഞാൻ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ തന്നേക്കണ മെഗ്നീഷ്യം, ലെഡ്, സിങ്ക്, അയൺ, കോപ്പർ, ഇത്രയും ഇത് രാസപ്രവർത്തന ഇങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും ഈ ക്രിയാശീല ശ്രേണിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കുറച്ച് ലോഹങ്ങൾ, ഇതുപോലെ കുറച്ച് ലോഹങ്ങൾ തന്നിട്ട് എന്ത് ചോദിക്കാം? രാസപ്രവർത്തന വേഗം കുറഞ്ഞ് വരുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ശരിയായത് ഏതാന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, മെഗ്നീഷ്യം, ലെഡ്, PB, ലെഡ്, സിങ്ക്, അയൺ, കോപ്പർ. നമുക്കപ്പോൾ ഈ എന്താണ് ക്രിയാശീല ശ്രേണിയിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏതാണ്? അപ്പൊ നമ്മൾ കുറഞ്ഞു വരുന്ന രീതിയിലാണ് ക്രമീകരിക്കേണ്ടത് അല്ലേ? അപ്പൊ ഏറ്റവും ക്രിയാശീലം കുറവുള്ളത് നമ്മൾ ആദ്യം എഴുതണം. ഇതിനകത്ത് ഏതാ വരുന്നത് നോക്കിയേ, ഏതാണ്? മെഗ്നീഷ്യം അല്ലേ? മെഗ്നീഷ്യം. ഫസ്റ്റ് വരുന്ന ഏതാണ്? ഇവിടെ മെഗ്നീഷ്യം തന്നെയാണ്, Mg. ഫസ്റ്റ് നമ്മൾ മെഗ്നീഷ്യം എഴുതി, മെഗ്നീഷ്യം. പിന്നെ ഏതാണ് വരുന്നത്? PB, സിങ്ക്. ഇവിടെ ഏതാണ് വരുന്നതെന്ന് നോക്കിയേ, പിന്നെ വരുന്ന സിങ്ക് അല്ലേ? സിങ്ക്. ഇത് കറക്റ്റ് ഓർഡറിലായിട്ടാണ് അല്ല സിങ്ക് നോക്കാം. അവിടെ നെക്സ്റ്റ് വരുന്ന മെഗ്നീഷ്യം കഴിഞ്ഞ് വരുന്നത് തൊട്ട് താഴെ വരുന്ന ഏതാണ്? ഇവിടെ ക്രിയാശീല ശ്രേണി നോക്കിയേ. നെക്സ്റ്റ് വരുന്നത് മെഗ്നീഷ്യം നമ്മൾ എഴുതി, ഫസ്റ്റ് എഴുതി. നെക്സ്റ്റ് വരുന്നത് സിങ്ക് ആണ്. അടുത്ത് നമുക്ക് സിങ്ക് എഴുതാം, സിങ്ക്. പിന്നെ ഏതാ വരുന്നത്? സിങ്ക് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഏതാ വരുന്നത്? അയൺ ആണ്, Fe എഴുതി. നെക്സ്റ്റ് ആണ് ഇവിടെ ലെഡ് വരുന്നത് അല്ലേ? PB. നെക്സ്റ്റ് ഏത് വരും? ഇവിടെ PB. ലാസ്റ്റ് ആണ് ഇവിടെ താഴേക്ക് വരുന്നത്, ലാസ്റ്റ് ആണ് ഇവിടെ കോപ്പർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ക്രിയാശീല ശ്രേണിനെ സംബന്ധിച്ച് ഈ ക്രിയാശീല ശ്രേണി കറക്റ്റ് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. ഇതേ രീതിയിൽ ഏറ്റവും ലാസ്റ്റ് ആണ് ഇവിടെ കോപ്പർ വരുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? മെഗ്നീഷ്യം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ. ഓക്കെ, അപ്പൊ അതുപോലെ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാമല്ലോ. ഇനിയിപ്പോൾ വേറെ എക്സാമ്പിൾ കാണിക്കണമെന്നില്ല. ഇതെങ്ങനെയായാലും ഈ ക്രിയാശീല ശ്രേണി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ക്രിയാശീല ശ്രേണി എന്ന് പറഞ്ഞ എന്താണ്? ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ക്രിയാശീല എങ്ങനെയാണ്? കുറഞ്ഞു ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ശ്രേണി നോക്കി ഇത് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ആദേശ രാസപ്രവർത്തനങ്ങൾ. എന്താണ് ആദേശ രാസപ്രവർത്തനങ്ങൾ? രാസപ്രവർത്തനം ആദേശ
രാസപ്രവർത്തനങ്ങൾ. അതായത് ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനത്തിനാണ് എന്ത് ആദേശ രാസപ്രവർത്തനം എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ എങ്ങനെയാണ് ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനത്തിനെയാണ് നമ്മൾ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഈ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു റിഡോക്സ് പ്രവർത്തനമാണ്. ഏതാണ്? ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു റിഡോക്സ് പ്രവർത്തനമാണ്. റിഡോക്സ് പ്രവർത്തനം ഓക്സിഡേഷൻ റിഡക്ഷൻ, അതാണ് റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞത്. അതൊക്കെ നമ്മൾ നേരത്തെ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ്. അവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡോക്ഷനും നടക്കുന്നുണ്ട്. ഇവിടെ നോക്കാം, ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണമാണ് ഇവിടെ നടക്കുന്നത്. ക്രിയാശീലം കൂടിയ ലോഹത്തിന് എന്ത് നടക്കുന്നു? ഓക്സീകരണവും. ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് നിരോക്സീകരണവും നടക്കുന്നു. ഓക്കെ, ക്രിയാശീലം കൂടിയതിന് ഏതാണ്? ഓക്സീകരണം. കൂടിയതിന് ഏതാണെന്ന്? ഓക്സീകരണം. ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് ലോഹങ്ങൾക്ക് എന്താണ്? നിരോക്സീകരണമാണ് നടക്കുന്നത്. നിരോക്സീകരണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇത് ഒരു ആദേശ രാസപ്രവർത്തനങ്ങള് എന്താണെന്ന്? റിഡോക്സ് പ്രവർത്തനമാണെന്ന് പറയുന്നത് അല്ലെ. ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. അതാണ് റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ ഈ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഓക്സീകരണവും. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് നിരോക്സീകരണവും നടക്കുന്നു. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു. ഇനി നമുക്ക് നോക്കാം, ഈ നെക്സ്റ്റ് ഈ ക്രിയാശീലം കൂടിയ ലോഹങ്ങളൊക്കെ അത് ഇവിടെ സംയുക്താവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ഏതൊരവസ്ഥയിലാണ് കൂടിയത്? കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നു. സംയുക്തം. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നു. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ ഭൂവൽക്കത്തില് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ എങ്ങനെയാണ്? സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. സ്വതന്ത്രാവസ്ഥയിൽ. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. ഇത് നോക്കി വയ്ക്കുക. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് എക്സാമ്പിളുകളാണ് പ്ലാറ്റിനം, സ്വർണം, പ്ലാറ്റിനം. ഇതൊക്കെ എങ്ങനെയാണ്? ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളാണ്. ഇവിടെ നോക്കിയേ, ഏറ്റവും ക്രിയാശീലം കുറവ് താഴെ വന്ന് നോക്കിയേ സ്വർണ്ണമാണ് അല്ലെ, ഗോൾഡ് നമ്മൾ എഴുതിയത്. അപ്പൊ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളാണ് സ്വർണം, പ്ലാറ്റിനം. ഇതൊക്കെ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? നമ്മൾ ആദ്യം ഫസ്റ്റ് ലോഹങ്ങളുടെ പ്രവർത്തനം, റിയാക്ഷൻ, ഇവിടെ ആക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഇതുമായിട്ട് വാട്ടർ പറഞ്ഞു. രണ്ടാമത്തെ ആക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ പറഞ്ഞു. മൂന്നാമത്തെ ആസിഡ് ഗുണമായിട്ടുള്ള പ്രവർത്തനമാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഏതാണ്? ക്രിയാശീല ശ്രേണി എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഏതാണ് നെക്സ്റ്റ്? ക്രിയാശീല ശ്രേണി കഴിഞ്ഞിട്ട് ആദേശ രാസപ്രവർത്തനങ്ങൾ. അതിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് നിരോക്സീകരണവുമാണ് നടക്കുന്നത്. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നു. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. ഈ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിനവും സ്വർണവും. ഇനി ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ നിർമ്മാണ പ്രക്രിയകളാണ് നോക്കാൻ പോകുന്നത്. ഓരോന്ന് നമുക്ക് നോക്കാം. ക്ലോറിൻ വാതകത്തിന്റെ ഉൽപാദനം അറിയപ്പെടുന്നതാണ് ഡീക്കൺസ് പ്രക്രിയ, അല്ലെങ്കിൽ ഡീക്കൺസ് പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലോറിൻ വാതകത്തിന്റെ ഉൽപാദനം അറിയപ്പെടുന്നത് ഡീക്കൺസ് പ്രക്രിയ, അല്ലെങ്കിൽ എന്താണ്? ഡീക്കൺസ് പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് ഡൗൺസ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് ഡൗൺസ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ. നെക്സ്റ്റ്, സോഡിയം കാർബണേറ്റ്
കാർബണേറ്റിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് സോൾവേ പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. സോൾവേ പ്രക്രിയ. അപ്പോൾ നമ്മൾ 4 പറഞ്ഞത്. ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. ക്ലോറിൻ വാതകത്തിന്റെ ഉൽപാദനം അറിയപ്പെടുന്നത് ഡീക്കൺസ് പ്രക്രിയ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് ഡൗൺസ് പ്രക്രിയ, ഡൗൺസ് പ്രോസസ്, ഡൗൺസ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ, DOW, ഡോ പ്രക്രിയ. സോഡിയം കാർബണേറ്റിന്റെ നിർമ്മാണ പ്രക്രിയയാണ് സോൾവേ പ്രക്രിയ, സോൾവേ പ്രോസസ്. സോഡിയം കാർബണേറ്റിന്റെ നിർമ്മാണ പ്രക്രിയ സോൾവേ പ്രക്രിയ എന്നറിയപ്പെടുന്നു. ഇനി നോക്കാം. ഹൈഡ്രജന്റെ വ്യാവസായിക ഉൽപാദനം അറിയപ്പെടുന്നതാണ് ബോഷ് പ്രക്രിയ എന്നറിയപ്പെടുന്നു. ഹൈഡ്രജന്റെ വ്യാവസായിക ഉൽപാദനം അറിയപ്പെടുന്നത് ബോഷ് പ്രക്രിയ, ബോഷ് പ്രോസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നോക്കാം. അലൂമിനിയത്തിന്റെ വ്യാവസായിക ഉൽപാദനം ഹാൾ ഹെറാൾഡ് പ്രക്രിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അലൂമിനിയത്തിന്റെ വ്യാവസായിക ഉൽപാദനം അറിയപ്പെടുന്നത് ഏതാണ്? ഹാൾ ഹെറാൾഡ് പ്രക്രിയ. എന്നാൽ അലൂമിനിയത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹൂപ്സ് പ്രക്രിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അലൂമിനിയത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് ഹൂപ്സ് പ്രക്രിയ. അലൂമിനിയത്തിന്റെ വ്യാവസായിക ഉൽപാദനം ഹാൾ ഹെറാൾഡ് പ്രക്രിയ. അലൂമിനിയത്തിന്റെ ശുദ്ധീകരണം അറിയപ്പെടുന്നത് ഏതാണ്? ഹൂപ്സ് പ്രക്രിയ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയ, ബേയേഴ്സ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയ. നെക്സ്റ്റ്, ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദനം അറിയപ്പെടുന്ന ബെസിമർ പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. ബെസിമർ പ്രക്രിയ. ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദനം അറിയപ്പെടുന്നത് ബെസ്മീർ പ്രോസസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, നൈട്രിക് ആസിഡിന്റെ നിർമ്മാണം അറിയപ്പെടുന്നതാണ് ഓസ്റ്റ് വാൾഡ് പ്രക്രിയ, ഓസ്റ്റ് വാൾഡ് പ്രക്രിയ. ഏതിൻ്റെയാണ്? നൈട്രിക് ആസിഡിന്റെ നിർമ്മാണം അറിയപ്പെടുന്നതാണ് ഓസ്റ്റ് വാൾഡ് പ്രക്രിയ. നെക്സ്റ്റ്, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം സമ്പർക്ക പ്രക്രിയ എന്നറിയപ്പെടുന്നു. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം അറിയപ്പെടുന്നത് ഏതാണ്? സമ്പർക്ക പ്രക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഫ്രാഷ് പ്രക്രിയ, ഫ്രാഷ് പ്രക്രിയ. സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഫ്രാഷ് പ്രക്രിയ. നിക്കൽ വേർതിരിച്ചെടുക്കുന്ന ആ പ്രക്രിയക്കാണ് മോൺസ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. മോൺസ് പ്രക്രിയ. നിക്കല് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് മോൺസ് പ്രക്രിയ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഏതാണെങ്കിലും ഇപ്പം ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പ്രക്രിയ ഏതാണ്, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റിന്റെ നിർമ്മാണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെ ചോദിക്കാം. ഇതിനകത്ത് നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്, നിർമ്മാണ പ്രക്രിയകൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഈ ലോഹങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കിയത്. അതിൽ ഓരോന്നും ജലവുമായിട്ട്, ആസിഡുമായിട്ട്, അതുപോലെ തന്നെ നമ്മൾ എയർ വായുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ക്രിയാശീല ശ്രേണി പറഞ്ഞു. അതിലെങ്ങനെയാണ് ലോഹങ്ങളെ അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കി. അതിൽ നിന്നും നമ്മൾ പറഞ്ഞില്ല കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ ക്രിയാശീല ശ്രേണി അനുസരിച്ച് ക്രമീകരിക്കാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. പിന്നെ നെക്സ്റ്റ് നമ്മൾ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കിയത്. പിന്നെ എന്താണ് നിർമ്മാണ പ്രക്രിയകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് എന്താണ് നോട്ട്സൊക്കെ കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. നോട്ട്സൊക്കെ കറക്റ്റ് ചെയ്ത് എഴുതിയെടുക്കുക. നമ്മൾ ഇതിന് കറക്റ്റായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോവുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.